friends, welcome to my channel. Today's topic of discussion is on shaking hands by A.G. Gardiner as an Open University BA English third term prose and fiction exam tomorrow ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എസ്സേസിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തിങ്ക് ചെയ്യുന്നു. സോ ഓൺ ഷേക്കിംഗ് ഹാൻഡ്സ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് എസ്സേ ബൈ A.G. Gardiner. 1 mark, 2 mark and essay explain ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. And Alfred George Gardiner, one of the most renowned essayists of the 20th century, wrote under the name Alpha of the Plow. 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൽഫ്രഡ് ജോർജ് ഗാർഡിനർ എസ്സേസ് എഴുതിയിരുന്ന ആ ഒരു നെയിം എന്താണെന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ആൽഫ ഓഫ് ദ പ്ലോ എന്ന് പറയുന്ന ടൈറ്റിലാണ് ആൽഫ്രഡ് ജോർജ് ഗാർഡിനർ എസ്സേസ് എഴുതുന്നത്. വിച്ച് വാസ് ഹിസ് പെൻ നെയിം ആൽഫ ഓഫ് ദി പ്ലോ. And he was the most important writer of 20th century. 20th centuryയിലെ മോസ്റ്റ് ഫേമസ് റൈറ്റർ ആൽഫ്രഡ് ജോർജ് ഗാർഡിനർ എഴുതിയിരുന്ന നെയിം ആൽഫ ഓഫ് ദി പ്ലോ. ഹിസ് എസ്സേസ് ആർ ലൗഡ് ആൻഡ് അപ്രീഷിയേറ്റ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എസ്സേസ് ആണ് ആൽഫ്രഡ് ജോർജ് ഗാർഡിനറുടെ എസ്സേസ്. ആൻഡ് റിട്ടൺ ഇൻ ആൻ എലഗന്റ് ആൻഡ് ഗ്രേസ്ഫുൾ സ്റ്റൈൽ, ഹിസ് എസ്സേസ് പ്രൊവൈഡ് നോട്ട് ഓൺലി എൻ്റർടൈൻമെൻറ്റ് ബട്ട് ഓൾസോ സോഷ്യൽ എഡ്യൂക്കേഷൻ. എഴുതുന്ന സ്റ്റൈലാണെങ്കിലോ എലഗൻ്റ് ആയിട്ടുള്ള, ഗ്രേസ്ഫുൾ ആയിട്ടുള്ള, വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള സ്റ്റൈലിലാണ് എസ്സേസ് എഴുതുന്നത്. ആ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഇസ് വെരി ഗ്രേസ്ഫുൾ. ആൻഡ് എസ്സേസിലൂടെ വിച്ച് പ്രൊവൈഡ് നോട്ട് ഓൺലി എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല സോഷ്യൽ എഡ്യൂക്കേഷനുള്ള ഒരു നല്ലൊരു മെസ്സേജ് ഉള്ള എസ്സേസ് ആണ് ആൽഫ്രഡ് ജോർജ് ഗാർഡിനറുടെ എസ്സേസ്. ഹി സ്പോക്ക് അബൌട്ട് ബോത്ത് പേഴ്സണൽ ആൻഡ് യൂണിവേഴ്സൽ തീംസ്. അല്ലേ, പേഴ്സണൽ തീംസിനും യൂണിവേഴ്സൽ തീംസും ഒക്കെ മെൻഷൻ ചെയ്യുന്ന, എസ്സേസിലൂടെ മെൻഷൻ ചെയ്യുന്ന ഒരു എസ്സേയിസ്റ്റാണ് A.G. ഗാർഡിനർ. ഹിസ് റൈറ്റിംഗ്സ് ആർ തോട്ട് പ്രൊവോക്കിംഗ് ഇൻ നേച്ചർ. അല്ലേ, തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ആ ഒരു തോട്ട് പ്രൊവോക്കിംഗ് നേച്ചറുള്ള എസ്സേസ് ആണ് A.G. ഗാർഡിനറുടെ എസ്സേസ്. നമ്മൾ ഈ എസ്സേസ് വളരെ സിമ്പിളായിട്ട് വായിക്കുമ്പോൾ തന്നെ അതിൽ ഒരു ഡീപ്പായിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ടാവും. ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള എസ്സേസ് ആണ് ആൽഫ്രഡ് ജോർജ് ഗാർഡിനറുടെ എസ്സേസ്. In the present essay on shaking hands, Gardiner comments on the popular custom of shaking hands. അല്ലേ, അപ്പോൾ ഈ ഒരു എസ്സേ ഓൺ ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന എസ്സേയിലൂടെ ഗാർഡിനർ കമൻറ്റ് ചെയ്യുന്ന എന്താ, ആ ഒരു പോപ്പുലർ കസ്റ്റം, അല്ലെ, എന്ത് കസ്റ്റമാണ്, ഓഫ് ഷേക്കിംഗ് ഹാൻഡ്സ്, ഹാൻഡ്സ് ഷേക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു കസ്റ്റമിനെ കുറിച്ച് ഈ ഒരു എസ്സേയിലൂടെ മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു എസ്സേ ഓൺ ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന എസ്സേ ഈസ് ആൻ എക്സ്ട്രാക്ട് വിച്ച് ഇസ് ടേക്കൺ ഫ്രം ഗാർഡിനേഴ്സ് കളക്ഷൻ മെനി ഫറോസ്. 1 മാർക്കിന് ചോദിക്കാം, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊരു എക്സ്ട്രാക്റ്റ് ആണ്. ഏത് വർക്കിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്? മെനി ഫറോസ് എന്ന് പറയുന്ന വർക്കിൽ നിന്നുള്ള ഒരു എസ്സേ ആണ് ഓൺ ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. And the author believes that shaking hands is an ancient form of courtesy and good custom. ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത് നല്ല മര്യാദയുടെയും മാനേഴ്സിൻ്റെയും ഗുഡ് കസ്റ്റമിൻ്റെയും ഒക്കെ ഒരു ആൻഷ്യൻ്റ് ഫോമാണ് ഏതാ ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഹി ഫീൽസ് ദാറ്റ് ഷേക്കിംഗ് ഹാൻഡ്സ് ഈസ് എ ഫ്രണ്ട്ലി പ്രാക്ടീസ്. അതുപോലെ നമ്മൾ ഹാൻഡ് ഷേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രാക്ടീസാണ്. നമ്മൾ ഫ്രണ്ട്സ് എന്ന് തോന്നുന്നവർക്കേ, നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നവർക്കേ നമ്മൾ എന്ത് കൊടുക്കത്തുള്ളൂ, ഹാൻഡ്സ് ഷേക്ക് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? സോ A.G. ഗാർഡിനറുടെ ഒപ്പീനിയൻ എന്താ, ഷേക്കിംഗ് ഹാൻഡ്സ് ഈസ് എ ഫ്രണ്ട്ലി പ്രാക്ടീസ്. ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി പ്രാക്ടീസാണ്. ഇറ്റ് ക്യാൻ ബി ക്വസ്റ്റ്യൻഡ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് ഹൈജീൻ. സംടൈംസ് ഇതിനെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഏതിൻ്റെ ഗ്രൗണ്ട്സിലാണ്? ഹൈജീൻ്റെ ഗ്രൗണ്ട്സിൽ. അല്ലേ, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് ഹൈജീനിക് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. ഷേക്കിംഗ് ഹാൻഡ്സ് ഇസ് എ വെരി കോമൺ ആക്ട് ഇൻ ബ്രിട്ടൻ. ബ്രിട്ടനിലെ ബ്രിട്ടീഷ് ലാംഗ്വേജ് ഭയങ്കര പൊളൈറ്റായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് പീപ്പിൾ തന്നെ, അല്ലെങ്കിൽ എന്താ പീപ്പിൾ ഓഫ് ബ്രിട്ടൻ തന്നെ എന്ത് ചെയ്യുന്നു, ഭയങ്കര പൊളൈറ്റായിട്ടുള്ള കസ്റ്റം ഹോൾഡ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ഈസ് എ വെരി കോമൺ ആക്ട് ഇൻ ബ്രിട്ടൻ. ബ്രിട്ടനിലെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ആക്റ്റാണ് ഏതാ, ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് എക്സ്പ്രസിങ് ജോയ്, അക്നോളജിങ് എ പേഴ്സൺസ് പ്രസൻസ് ആൻഡ് ബിഡിങ് ഫെയർവെൽ ടു സമ്മൺ. നമ്മൾ ഈ ഒരു ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ട് മാറിയിട്ടുണ്ട്. എന്തിൻ്റെ സിമ്പിളാണ്? ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ സിമ്പിള്, അതുപോലെ ഒരു പേഴ്സൻ്റെ പ്രസൻസ് അക്നോളജ് ചെയ്യുന്നതിൻ്റെ ഒരു സിമ്പിള്, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഒരു ബിഡിങ് ഫെയർവെൽ, ആരോടെങ്കിലും നമ്മൾ ബൈ പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹാൻഡ്
ഷേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സിമ്പിളായിട്ട് മാറുന്നു ഏതാ? ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. എന്തിൻ്റെയൊക്കെ സിമ്പിളാണ്? എക്സ്പ്രസിങ് ജോയ്, അക്നോളജിങ് എ പേഴ്സൺസ് പ്രസൻസ് ആൻഡ് ബിഡിങ് ഫെയർവെൽ ടു സംവൺ. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ബിക്കം ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ബ്രിട്ടീഷ് സൊസൈറ്റി ആൻഡ് കൾച്ചർ. ബ്രിട്ടീഷ് സൊസൈറ്റിയുടെയും കൾച്ചറിൻ്റെയും ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് ഏതാ? ഈ ഒരു ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് കനോട്ട് റിജക്ട്, റീപ്ലേസ് ആൻഡ് ഫർഗെറ്റ് ദിസ് ഹാബിറ്റ് ഓഫ് ഷേക്കിംഗ് ഹാൻഡ്സ്. അല്ലേ? ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഹാബിറ്റിനെ ബ്രിട്ടീഷുകാർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ റിജക്റ്റ് ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ ഫർഗെറ്റ് ചെയ്യാനോ പറ്റത്തില്ല. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ബ്രിട്ടീഷ് സൊസൈറ്റി. ബ്രിട്ടീഷ് സൊസൈറ്റിയുടെ ഇൻ്റഗ്രൽ പാർട്ടാണ് ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് കൾച്ചറിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ് ഇതാ ഷേക്കിംഗ് ഹാൻഡ്സ്. സോ ഇറ്റ് കനോട്ട് റിജക്ട്, റീപ്ലേസ് ആൻഡ് ഫർഗെറ്റ് ദിസ് ഹാബിറ്റ് ഓഫ് ഷേക്കിംഗ് ഹാൻഡ്സ്. ഓൺലി എ വെരി ടഫ് പ്രാക്ടീസ് or only a very tough parliamentary act or a heavy penalty can forbid people from shaking hands. ഒന്നുകിൽ ഈ ബ്രിട്ടൻ ഭയങ്കര പൊളൈറ്റായിട്ടുള്ള മാനേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ബ്രിട്ടീഷ് സൊസൈറ്റിയിൽ നിന്നും ബ്രിട്ടീഷ് കൾച്ചറിൽ നിന്നും ഈ ഒരു ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ ടഫായിട്ടുള്ള പാർലമെൻ്ററി ആക്റ്റോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള പെനാൽറ്റിയോ കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇറ്റ് ക്യാൻ ഫോർബേഡ് പീപ്പിൾ ഫ്രം ഷേക്കിംഗ് ഹാൻഡ്സ്. ഷേക്കിംഗ് ഹാൻഡ്സ് ചെയ്യുന്നതിൽ നിന്നും പീപ്പിളിനെ ഫോർബേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഷേക്കിംഗ് ഹാൻഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ആരും എന്ത് ചെയ്യത്തില്ല? ഷേക്കിംഗ് ഹാൻഡ്സ് ചെയ്യത്തില്ല. മനസ്സിലായോ? അപ്പോൾ പാർലമെൻ്ററി ആക്ടിലൂടെയും അല്ലെങ്കിൽ ഹെവി പെനാലിറ്റിയിലൂടെയും മാത്രമേ ബ്രിട്ടനിൽ ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഹാബിറ്റിനെ ഫോർബേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സൊസൈറ്റിയിലെ ഒരു ബ്രിട്ടീഷ് കൾച്ചറിലെ ഒരു ഇൻ്റഗ്രൽ ആയിട്ടുള്ള പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഗാർഡിനർ എക്സ്പ്രസസ് ഹിസ് ഓൺ പ്രാക്ടീസ് ഓഫ് ജഡ്ജിങ് പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഹാൻഡ് ഷേക്സ്. അപ്പോൾ ഗാർഡിനർ എന്ത് ചെയ്യുന്നു? ഗാർഡിനറുടെ ഓൺ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്നു. പീപ്പിളിനെ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏതിൻ്റെ ബേസിസിലാണ്? ഹാൻഡ് ഷേക്കിൻ്റെ ബേസിസിൽ പീപ്പിളിനെ ജഡ്ജ് ചെയ്യുന്ന രീതിയെക്കുറിച്ച് ഗാർഡിനർ മെൻഷൻ ചെയ്യുന്നു. ദിസ് മേ ബി എ വെരി സൂപ്പർഫിഷ്യൽ വേ ഓഫ് ജഡ്ജിങ് പീപ്പിൾ. സൂപ്പർഫിഷ്യലായിട്ട് പീപ്പിളിനെ ജഡ്ജ് ചെയ്യുന്നതാണ് അല്ലേ? വളരെ ഒറിജിനാലിറ്റിയോട് കൂടിയല്ല, സൂപ്പർഫിഷ്യൽ ആസ്പെക്റ്റോടുകൂടി പീപ്പിളിനെ ജഡ്ജ് ചെയ്യുന്നു. ആരാ? AG ഗാർഡിനർ. ഏതിൻ്റെ വേയിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഹാൻഡ് ഷേക്സ്. ഹാൻഡ് ഷേക്സിൻ്റെ ബേസിസിൽ. ഗാർഡിനർ കമ്പയർസ് ദ കസ്റ്റം ഓഫ് ഷേക്കിംഗ് ഹാൻഡ്സ് വിത്ത് അതർ കസ്റ്റംസ്. ഗാർഡിനർ ഇവിടെ ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന കസ്റ്റമിനെ അതർ കസ്റ്റംസുമായിട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ. ഹി ഹ്യൂമറസ്ലി എലാബറേറ്റ്സ് ഓൺ ദ കസ്റ്റം ഓഫ് കിസ്സിങ് വിച്ച് ഈസ് പ്രോമിനൻ്റ് ഇൻ റഷ്യ. റഷ്യയിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള, നമ്മൾ ഈ ഹാൻഡ് ഷേക്ക് കൊടുക്കുക ബ്രിട്ടനിലെ പ്രോമിനൻ്റ് കസ്റ്റം അല്ലേ, അതുപോലെ റഷ്യയിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കസ്റ്റം എന്താണ്? കിസ്സിങ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു കിസ്സിങ് എന്ന് പറയുന്ന കസ്റ്റമിനെ കുറിച്ച് ഹ്യൂമറസ് ആയിട്ട് AG ഗാർഡിനർ ഇവിടെ പോയിന്റ്സ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഹി ഡിസ്ക്രൈബ്സ് ദ ഫണ്ണി ഇൻസിഡൻറ്റ് വെയർ പ്രിൻസ് ക്രോപ്പൊറ്റിൻ വാസ് കിസ്ഡ് ഓൺ ഹിസ് ചീക്ക് ബൈ സെവറൽ എൽഡർലി മെൻ. അപ്പോൾ ഒരു ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയുന്നു. റഷ്യയിലെ ഒരു കിങ്ങിൻ്റെ നെയിം പറയുന്നുണ്ട്. ആ പ്രിൻസിൻ്റെ ചീക്കിൽ ഒരുപാട് എൽഡർലി മെൻ എന്ത് ചെയ്യുന്നു? കിസ് ചെയ്യുന്നു. അത് അവിടുത്തെ ഒരു കസ്റ്റമാണ് അല്ലേ. നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് അവിടെ എന്ത് ചെയ്യുക? കിസ് ചെയ്യുക എന്നുള്ള കസ്റ്റം. Some humorous anecdotes regarding different types of handing shakes such as the bone crusher and the dam fish. ഇപ്പോൾ ഈ ബോൺ ക്രഷർ പോലെ ഡാം ഫിഷ് പോലെയുള്ള ഹാൻഡ് ഷേക്സിൻ്റെ ടൈപ്സ് ഓഫ് ഹാൻഡ് ഷേക്സിനെ കുറിച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ട് അമ്യൂസിങ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്തിനെക്കുറിച്ചാണ്? റിഗാർഡിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാൻഡ് ഷേക്സ് സച്ച് ആസ് ബോൺ ക്രഷർ ആൻഡ് ഡാം ഫിഷ്. Not only entertain the reader but also illustrate the diversity of human expressions within the simple gesture. ഈ ഒരു ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്ന സിമ്പിൾ ജസ്റ്ററിൽ തന്നെ ഡൈവേഴ്സിറ്റി ഓഫ് എക്സ്പ്രഷൻസ് ഉണ്ട്. ആ ഡൈവേഴ്സിറ്റി ഓഫ് എക്സ്പ്രഷനെ ഇവിടെ എന്ത് ചെയ്യുന്നു? വളരെ ഹ്യൂമറസ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആരാ? AG ഗാർഡിനർ. അപ്പോൾ നമ്മൾ ഇപ്പം മെൻഷൻ ചെയ്ത റഷ്യയിൽ നമ്മൾ ഈ ബ്രിട്ടനിലെ ഒരു ഹാൻഡ് ഷേക്ക് പോലെയുള്ള കസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെയാണ് റഷ്യയിൽ ഏത് കസ്റ്റമാണ്? കിസ് ചെയ്യുന്ന കസ്റ്റം.
അപ്പോൾ ആ കിസ്സിങ്ങിൻ്റെ ആ ഒരു കസ്റ്റം വരുമ്പോൾ ഒരു പ്രിൻസിൻ്റെ നെയിം പറയുന്നുണ്ട്. ആ പ്രിൻസിൻ്റെ ചീക്സിൽ പല പ്രാവശ്യം എൽഡർലി മെൻ എന്ത് ചെയ്യുന്നുണ്ട്, കിസ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ കസ്റ്റമാണ്. അതുപോലെ തന്നെ ഹ്യൂമറസ് ആയിട്ടുള്ള അനക്ഡോട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാൻഡ് ഷേക്കിനെ മെൻഷൻ ചെയ്യാനായിട്ട്. ഹാൻഡ് ഷേക്സിലെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് മെൻഷൻ ചെയ്യുന്നത് ഇവിടെ ബോൺ ക്രഷറും ഡാം ഫിഷിനെ മെൻഷൻ ചെയ്യുന്നത്. ഈ ബോൺ ക്രഷറും ഡാം ഫിഷും ഒക്കെ നോട്ട് ഓൺലി എൻ്റർടൈൻസ് ദ റീഡർ ബട്ട് ഓൾസോ ഇല്ലസ്ട്രേറ്റ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ഹ്യൂമൻ എക്സ്പ്രഷൻ. റീഡേഴ്സിന് എൻ്റർടൈൻമെൻറ്റും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ എക്സ്പ്രഷൻ്റെ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് റീഡേഴ്സ് മനസ്സിലാക്കുന്നു ഈ ഒരു സിമ്പിൾ ജസ്റ്ററിലൂടെ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് Japanese bow, the Indian salam, the Chinese hand nod, Arab touching the chest. The essays note that the salutation of one nation may seem indecent or uncivilized to others. ജാപ്പനീസ് എന്ത് ചെയ്യും, ബോ ചെയ്യും, അവരിങ്ങനെ ഒന്ന് തല ഇങ്ങനെ കുനിക്കും. പിന്നെ ഇന്ത്യൻ സലാം ചെയ്യും. ചൈനീസ് എന്ത് ചെയ്യും, ഹാൻഡ് നോഡ് ചെയ്യും. ചൈനീസ് കണ്ടിട്ടില്ലേ ഹാൻഡ് ഇങ്ങനെ നോഡ് ചെയ്യുന്നത്. അറബ് എന്ത് ചെയ്യും, ടച്ചിങ് ദ ചെസ്റ്റ്, ചെസ്റ്റിൽ ടച്ച് ചെയ്യും. അതുപോലെയാണ് ബ്രിട്ടീഷ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഹാൻഡ് ഷേക്ക് ചെയ്യുന്നതും റഷ്യൻ എന്ത് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതും. അപ്പോൾ എസ്സേയിസ്റ്റ് ഇവിടെ നോട്ട് ചെയ്യുന്നത് എന്താ, ദ സല്യൂട്ടേഷൻ ഓഫ് വൺ നേഷൻ മേ സീം ഇൻഡീസെന്റ് ഓർ അൺസിവിലൈസ്ഡ് ടു അതേഴ്സ്. അല്ലേ, ഒരു നേഷൻ്റെ സല്യൂട്ടേഷൻ എന്തായിട്ട് മാറും, വേറെ ആൾക്കാർക്ക് അല്ലെങ്കിൽ വേറെ രാജ്യക്കാർക്ക് എന്തായിട്ട് മാറും, ഇൻഡീസെൻ്റ് ആയിട്ട് തോന്നും, അൺസിവിലൈസ്ഡ് ആയിട്ട് തോന്നും. നമ്മളിവിടെ റഷ്യയിലെ കസ്റ്റമിനെ പറയുകയാണെങ്കിൽ, റഷ്യയുടെ ആ ഒരു ഹാബിറ്റ് പറയുകയാണെങ്കിൽ അവരെന്ത് ചെയ്യാണ്, കിസ് ചെയ്യണം. അപ്പോൾ ഈ ഇൻഡീസെൻ്റ് ആണ്, എല്ലാവരെയും കിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ വേറെ രാജ്യക്കാരെന്ത് ചെയ്യാം, കളിയാക്കാം. അതാ പറയുന്നത്. A.G. Gardiner notes that the salutation of one nation may seem indecent or uncivilized to others. അല്ലേ, എന്നിട്ട് ഇവിടെ ജാപ്പനീസിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഇന്ത്യൻ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്, ചൈനീസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അറബ് എന്ത് ചെയ്യും, ടച്ചിങ് ദി ചെസ്റ്റിൽ ഇങ്ങനെ ടച്ച് ചെയ്യും. അതൊക്കെ അവരുടെ ആ ഒരു കസ്റ്റമാണ്. അല്ലേ, അത് ഇൻഡീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അൺസിവിലൈസ്ഡ് ആയിട്ട് അതേഴ്സിനെ ഫീൽ ചെയ്യാമെന്നാണ് പറയുന്നത്. Gardiner says that by shaking hands with some people, we can sense their dishonesty and even their health condition. With some people, the handshake is so eloquent that everything about him can be discovered. അപ്പോൾ ഗാർഡിനർ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നു സം പീപ്പിളുമായിട്ട്, നമ്മളെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മൾ ഷേക്ക് ഹാൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അവരുടെ ഡിസോണസ്റ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അല്ലേ, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ എത്രത്തോളം ഓണസ്റ്റ് ആണെന്നുള്ളത് ആ ഷേക്ക് ഹാൻഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് കണ്ടീഷനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിത്ത് സം പീപ്പിൾ ദ ഹാൻഡ് ഷേക്ക് ഈസ് സോ എലക്കൻറ്റ് ദാറ്റ് എവറിത്തിങ് അബൌട്ട് ഹിം ക്യാൻ ബി ഡിസ്കവേർഡ്. നമ്മൾ ഹാൻഡ് ഷേക്ക് ആരുമായിട്ടെങ്കിലും ഹാൻഡ് ഷേക്ക് ചെയ്യുമ്പോൾ അയാളെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ അത്രയും ജെനുവിൻ ആണോ, ഓണസ്റ്റ് ആണോ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. No one likes to shake hand with the people having flaccid, bony, flaccid എന്ന് പറഞ്ഞാൽ എന്താ, വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള, ഫ്ലാസിഡ്, ബോണി ആൻഡ് എനർജറ്റിക് ഹാൻഡ്സ്. അല്ലേ, നമ്മൾ ആരും അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഭയങ്കര ബോൺസൊക്കെ ബോണി ആയിട്ടുള്ള അതുപോലെ എനർജറ്റിക് ആയിട്ടുള്ള ഹാൻഡ്സുമായിട്ട് ഷേക്ക് ഹാൻഡ് ചെയ്യാൻ നമുക്ക് അത്രത്തോളം എന്തുണ്ടാകത്തില്ല, ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. ഓർ വിത്ത് ദോസ് ഹാവിങ് കോൾഡ് ആൻഡ് ഡ്രൈ ഹാൻഡ്. അല്ലേ, കോൾഡായിട്ടുള്ള ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹാൻഡായിട്ടുള്ളവരോട് ഷേക്ക് ഹാൻഡ് ചെയ്യാൻ നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടത്തില്ല. അല്ലേ, ഭയങ്കര ബോൺസൊക്കെ ഉള്ള കൈയാകുമ്പം നമ്മുടെ കൈ വയ്ക്കുമ്പോൾ തന്നെ അത് നമ്മൾ ഭയങ്കരമായിട്ട് റഫായിട്ട് മാറും. അതുകൊണ്ട് സംടൈംസ് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. കോമൺ ആയിട്ട് എല്ലാവരുടെ കാര്യമാണ് പറയുന്നത്. ഇറ്റ് കോസസ് എ ക്രീപ്പിംഗ് ഫീലിംഗ്. അല്ലേ, അത് നമ്മളിൽ എന്തുണ്ടാവും, ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ക്രീപ്പിംഗ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും. Gardiner refers the repulsive character Uriah Heep of Charles Dickens, David Copperfield, whose mere touch of the hand haunts people with a creeping and obscene feeling. അപ്പോൾ ഇവിടെ ഒരു ക്യാരക്ടറിനെ മെൻഷൻ ചെയ്യുന്നു. ചാൾസ് ഡിക്കൻസിൻ്റെ നമ്മളെ ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള വർക്കായിട്ട് കൺസിഡർ ചെയ്യാം. ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറയുന്ന വർക്കിൽ ഉറായ് ഹീപ്പ് എന്ന് പറയുന്ന ക്യാരക്ടർ, അയാളുടെ ഹാൻഡ് ഷേക്ക് ചെയ്യുമ്പോൾ അയാളുടെ കയ്യിലെ ചെറിയൊരു ടച്ച് പോലും അതർ പീപ്പിളിനെ ഭയങ്കരമായിട്ട് ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു റൂഡായിട്ടുള്ള ഫീലിംഗ് ഉണ്ടാക്കും. അതുകൊണ്ട് ആരും എന്ത് ചെയ്യത്തില്ല, ഹാൻഡ് ഷേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടത്തില്ല. അത് ആ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്
സം ബോണി ആയിട്ടുള്ള ഫ്ലാസീഡ് ആയിട്ടുള്ള ഹാൻഡ്സ് ഉള്ളവരുമായിട്ട് അതർ പീപ്പിൾ എന്ത് ചെയ്യത്തില്ല, ഇഷ്ടപ്പെടത്തില്ല ഹാൻഡ് ഷേക്ക് ചെയ്യാനായിട്ട്. അതിന് എക്സാമ്പിളാണ് ഈ ചാൾസ് ഡിക്കൻസിൻ്റെ ഡേവിഡ് കോപ്പർഫീൽഡിലെ ക്യാരക്ടറിനെ മെൻഷൻ ചെയ്യുന്നത്. കാരണം അയാൾക്ക് ഭയങ്കര റഫായിട്ടുള്ള ഒരു ഹാൻഡാണ്, ഫുൾ ഓഫ് ബോൺസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അയാളുടെ ഷേക്ക് ഹാൻഡിൽ ഭയങ്കര റൂഡായിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ, ഗാർഡിനർ ബിലീവ്സ് ദാറ്റ് ഷേക്കിംഗ് ഹാൻഡ്സ് ഷുഡ് ബി മ്യൂച്വൽ, ഇറ്റ് ഷുഡ് നോട്ട് ഫോഴ്സ്ഡ്. ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത് മ്യൂച്വൽ ആയിട്ടുള്ളതല്ലേ, നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്, അല്ലാതെ ആരും ഫോഴ്സ് ചെയ്ത് നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നില്ലല്ലോ. ഗാർഡിനർ ബിലീവ്സ് ദാറ്റ് ഷേക്കിംഗ് ഹാൻഡ്സ് ഷുഡ് ബി മ്യൂച്വൽ ആയിരിക്കണം ഷേക്കിംഗ് ഹാൻഡ്സ് ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ഫോഴ്സ്ഡ്, അല്ലേ, അത് ഫോഴ്സ് ചെയ്തിട്ടുള്ള ഷേക്കിംഗ് ഹാൻഡ്സ് അത് ജെനുവിൻ അല്ല. ഫോഴ്സ് ചെയ്തിട്ട് ഷേക്കിംഗ് ഹാൻഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, മ്യൂച്വൽ ആയിട്ടുള്ളതായിരിക്കണം ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. ഹി മെൻഷൻസ് വാം പീപ്പിൾ ഹു ഷേക്ക് ഹാൻഡ്സ് വിത്ത് എ ജെനുവിൻ ഹാർട്ട്, അല്ലേ, വാം പീപ്പിൾ, അല്ലേ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പീപ്പിളുണ്ട്, അവരെന്ത് ചെയ്യുന്നു, ഷേക്ക് ഹാൻഡ് ചെയ്യുന്നത് ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഹാർട്ടോട് കൂടിയായിരിക്കും ഈ വാം പീപ്പിൾ എന്ത് ചെയ്യുന്നത്, ഷേക്ക് ഹാൻഡ് ചെയ്യുന്നത്. സം പീപ്പിൾ ഷേക്ക് ഹാൻഡ്സ് ടു ലോങ്, അല്ലേ, കുറച്ച് പീപ്പിളുണ്ട് അവർ കൈ കിട്ടേണ്ട താമസം വളരെയധികം എന്ത് ചെയ്യുന്നു, ടു ലോങ് ഷേക്ക് ഹാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സം പീപ്പിൾ ഷേക്ക് ഹാൻഡ് സോ റൂഡ്ലി ദാറ്റ് വൺ ഫീൽസ് അഫ്രൈഡ് ഓഫ് ഇറ്റ്. കുറച്ച് പീപ്പിളുണ്ട് അവർ ഷേക്ക് ഹാൻഡ് ചെയ്യുന്ന ഭയങ്കര റൂഡായിട്ടാണ്, അതുകൊണ്ട് പിന്നെ ഇനി ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ അവരെ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, പേടിച്ചു പോകും. അങ്ങനത്തെ ഷേക്ക് ഹാൻഡ്സ് ഉണ്ട്, അല്ലേ. അപ്പോൾ സം പീപ്പിൾ എന്ത് ചെയ്യുന്നു, ഷേക്ക് ഹാൻഡ്സ് വിത്ത് ജെനുവിൻ ഹാർട്ട്, വളരെ ജെനുവിനായിട്ട് ഓണസ്റ്റ് ആയിട്ടുള്ള ഹാർട്ടോട് കൂടി ഷേക്ക് ഹാൻഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ സം പീപ്പിൾ ഷേക്ക് ഹാൻഡ് ചെയ്യുന്ന എന്താ, വളരെ ലോങ് ഷേക്ക് ഹാൻഡ് ചെയ്യുന്നവരുണ്ട്. സം പീപ്പിൾ റൂഡായിട്ട് ഷേക്ക് ഹാൻഡ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ അതർ പീപ്പിൾ ഫെൽറ്റ് അഫ്രൈഡ് ഓഫ് ഹിം. In the concluding part of the essay, Gardiner states that hands do speak through the traditional practice of shaking them, അല്ലേ, ഹാൻഡ്സ് എന്ത് ചെയ്യും, സ്പീക്ക് ചെയ്യും, അല്ലേ. നമ്മൾ ഈ ഷേക്കിംഗ് ഹാൻഡ്സ് എന്നുള്ളത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പ്രാക്ടീസാണ്. ആ ട്രഡീഷണൽ പ്രാക്ടീസ് അതേപടി നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ഹാൻഡ്സ് സ്പീക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഹി ഹൈലൈറ്റ്സ് ദാറ്റ് ഷേക്കിംഗ് ഹാൻഡ്സ് ഈസ് എ ഫണ്ടമെൻ്റൽ വേ ഓഫ് ഹ്യൂമൻ ബ്രിഡ്ജ് ഡിവൈഡ്സ്, അല്ലേ, ഹ്യൂമനിലെ ആ ഒരു ബ്രിഡ്ജിനെ എന്ന് പറഞ്ഞാൽ ഹ്യൂമനിലെ ഒരു ബാരിയറിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഫണ്ടമെൻ്റൽ ആക്റ്റാണ് ഏതാ, ഷേക്കിംഗ് ഹാൻഡ്സ്. ഒരു ട്രഡീഷണൽ ആക്റ്റാണ് ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പീപ്പിൾ തമ്മിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരത്രയും ക്ലോസ് ആയിട്ട് മാറുന്നു, അവരത്രയും ജെനുവിനായിട്ട് മാറുന്നു എന്നുള്ള മീനിങ്. അപ്പോൾ A.G. Gardiner highlights that shaking hands is a fundamental way in which human bridge divides, communicate warmth and acknowledge shared humanity. വാംത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലേ, നമ്മൾ വളരെ ഓണസ്റ്റ് ആയിട്ട് നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രഷൻസ് ഒക്കെ ഹാൻഡ് ഷേക്കിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. അതുപോലെ ഒരു ഷെയർഡ് ആയിട്ടുള്ള ഹ്യൂമാനിറ്റിയാണ് നമുക്ക് ഹാൻഡ് ഷേക്കിലൂടെ അക്നോളജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ A.G. ഗാർഡിനറുടെ ഒപ്പീനിയൻ അനുസരിച്ച് ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത് വളരെ ജെനുവിനായിട്ടുള്ള, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള, റിയൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഏതാ, ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. അതിൽ ഈ ഷേക്കിംഗ് ഹാൻഡ്സ് വരുമ്പോൾ മെനി ഫറോസ് എന്ന് പറയുന്ന വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു എസ്സേ ആണ് ഇത് ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാൻഡ് ഷേക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഐഡിയ ആണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, A.G. ഗാർഡിനർ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത് മ്യൂച്വലാണ്. ഷേക്കിംഗ് ഹാൻഡ്സ് ഒരിക്കലും ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ പാടില്ല, അല്ലേ, ജെനുവിൻ ഹാർട്ടോട് കൂടിയായിരിക്കണം നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കാനുള്ളത്. പിന്നെ ഡേവിഡ് കോപ്പർഫീൽഡിൻ്റെ ചാൾസ് ഡിക്കൻസിൻ്റെ ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറയുന്ന വാക്കിൽ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്. ആ ക്യാരക്ടർ ഭയങ്കര റൂഡായിട്ടുള്ള ഒരു ഷേക്ക് ഹാൻഡ് പോലെ ഫീൽ ചെയ്യുന്ന, അയാളുടെ കൈകൾ ഹാൻഡ്സ് എന്ന് പറയുന്ന ഫുൾ ഓഫ് ബോൺസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഹാൻഡ്സ് ആയതുകൊണ്ട് നമുക്കൊരു ക്രീപ്പിംഗ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് അവിടെ ഫീൽ ചെയ്യും. വളരെ റൂഡായിട്ട് നമുക്ക് അൺപ്ലസൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും ഷേക്കിംഗ് ഹാൻഡ്സ്. പിന്നെ ഓരോരോ രാജ്യത്തിൻ്റെ കസ്റ്റം ഇവിടെ പറയുന്നുണ്ട്. ജാപ്പനീസ് ബോ ചെയ്യുന്നു, ഇന്ത്യൻ സലാം ചെയ്യുന്നു, ചൈനീസ് ഹാൻഡിനോട് ചെയ്യും, അറബ് അല്ലേ ടച്ചിങ് ദ ചെസ്റ്റ്. അപ്പോൾ എസ്സേയിസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്ന A.G. ഗാർഡിനർ മെൻഷൻ ചെയ്യുന്നത് നമ്മൾ ഒരു രാജ്യത്തിൻ്റെ കസ്റ്റം ഓർ സല്യൂട്ടേഷൻ ഇൻഡീസൻ്റായിട്ട് അതേഴ്സിനെ ഫീൽ ചെയ്യാം, ബട്ട് അത് അത്രത്തോളം കാര്യമാക്കേണ്ട കാര്യമില്ല, അല്ലേ, അത് ഓരോരുത്തരുടെയും കസ്റ്റമാണെന്ന A.G. ഗാർഡിനറുടെ ഒപ്പീനിയൻ. ഓക്കെ,
ഇതൊക്കെയാണ് ഇതിലൂടെ മെൻഷൻ ചെയ്യുന്ന എ ജി ഗാർഡിനറുടെ ഓൺ ഷേക്കിംഗ് ഹാൻഡ്സ്. ഇതിൽ നല്ല മെസ്സേജസും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം എൻ്റർടൈൻമെൻ്റ് ഉള്ള ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു എസ്സേയാണ് ഓൺ ഷേക്കിംഗ് ഹാൻഡ്സ് ബൈ എ ജി ഗാർഡിനർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.